ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അത് വാട്ടർ അതോറിറ്റിയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. അതായത് മെക്കാനിക്കൽ മേഖലയിലുള്ളവർക്കും അതുപോലെ തന്നെ സിവിൽ മേഖലയിലുള്ളവർക്കും കൂടാതെ കെമിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു ആശങ്കയാണ് ഈ എക്സാം സമയത്ത് ഈ സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത്. അപ്പോൾ നിലവിൽ കേരള PSC ഓൾറെഡി എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ ഉൾപ്പെടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായാൽ പോലും അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. കാരണം ഈ കോർ ഏരിയാസിലൊന്നും സബ്ജക്റ്റിന് ഒരു മാറ്റം ഉണ്ടാവാത്ത രീതിയിലായിരിക്കും ഈ എക്സാം പോകുന്നത്. കാരണം നോട്ടിഫിക്കേഷനിൽ ഈ 3 സബ്ജക്റ്റുകാർക്കും അപേക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 3 പേർക്കും ഏറെക്കുറെ തുല്യമായിട്ട് വരുന്ന രീതിയിലായിരിക്കും സിലബസ് എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതൊരു കൃത്യമായൊരു ധാരണ എടുത്ത് വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോഴും ഇതിന് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. 4-ാം തീയതി വരെയാണ്. അതായത് ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ്. ഈ ഒരു സമയം മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ടൊന്നും ആരും അപേക്ഷിക്കാതിരിക്കരുത്. പ്രത്യേകിച്ചും ഈ 3 സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുകയും നന്നായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണം. കാരണം 3 മേഖലയിലുള്ളതായതുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിലുള്ളവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടില്ല. 3 പേർക്കും തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ 1/3 എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ തന്നെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പം എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്നൊരു ബോധ്യത്തിൽ തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ നമുക്ക് അപ്രോച്ച് ചെയ്ത് മുമ്പോട്ട് പോകാം. സാധ്യതകൾ ഏറെയുള്ള ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്ലിയർ ചെയ്യാൻ വളരെ സാധ്യതകളും അതുപോലെ തന്നെ പ്രൊമോഷനും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഇനിയും അത്യാവശ്യം നല്ല സോഷ്യലി തന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനുള്ള ഒരു റോള് കൂടി കേരള വാട്ടർ അതോറിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓരോ കാലഘട്ടത്തിലും ഇനി വാട്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഇവിടെ നിങ്ങളുടെ റോള് വളരെയധികം ക്രൂഷ്യലായിട്ട് മാറും എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 706/2025 എന്ന നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. 53,900 തുടങ്ങി 1,18,100 അവസാനിക്കുന്ന നല്ല സാലറി തന്നെയാണ് ഈ ഒരു പോസ്റ്റിന് തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നത്. ഇതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. എന്തുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം ഉറപ്പായിട്ടും ഈ പോസ്റ്റിലൊക്കെ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. കാരണം PSC കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു PSCയിൽ നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയും ആ ഒരു എക്സാമിനേഷനുമായിട്ട് മുമ്പോട്ട് പോവുകയും പഴയ റാങ്ക് ലിസ്റ്റ് തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു രീതിയിലേക്ക് കേരള PSC അതിൻ്റെ സിസ്റ്റം മൊത്തം മാറ്റിയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണിത്. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് വേണം നമ്മൾ പഠിക്കാൻ. അതായത് നമുക്ക് ജോലി സാധ്യത കിട്ടുവാനുള്ള അവസരം വീണ്ടും വീണ്ടും കൂടുന്നു. പണ്ട് ഒരാളുടെ കരിയറിൽ ഒരു PSC 2 PSC ഒക്കെയാണ് എഴുതാൻ ചാൻസ് കിട്ടുന്നതെങ്കിൽ ഇന്ന് ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഒരു 1.5 വർഷത്തിൻ്റെ ടൈം ബൗണ്ടിൽ അപ്ലൈ ചെയ്യാനും എക്സാം എഴുതാനും ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾക്കുള്ളതാണ് എന്നൊരു ഉറച്ച ബോധ്യത്തിൽ വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഈ ഒരു പ്രായത്തിനകത്ത് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. OBC SC/ST വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കും. OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആദ്യം പറഞ്ഞ പോലെ BE അല്ലെങ്കിൽ BTech ആണ്. ഇത് ഈ പറഞ്ഞ 3 സ്ട്രീമിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഈ 3-ൽ ഏത് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് തതുല്യമായിട്ട് ഇക്വലൻസി വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ 3 സ്ട്രീമിനും ഇക്വലൻസി കാണിക്കാൻ പറ്റുന്ന ഏത് യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിലും BTechനും BEക്കും തുല്യമായിട്ടുള്ള ഏത് യോഗ്യതകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാണിക്കാൻ മാത്രം മതിയാവും. ഇനി നിങ്ങളുടെ PSCയിലെ ലിസ്റ്റിൽ പോലും അതില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ ഈ 3 എണ്ണത്തിൻ്റെ BTechനും BEക്കും തുല്യമായിട്ടൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി, അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിനു മുമ്പ് ഈ ഒരു എക്സാമിനേഷൻ 2022 വിളിച്ചത്. 137/2022 എന്ന നമ്പറിലായിരുന്നു വന്നത്. അതിൻ്റെ DOE 16/9/2023 വന്നു. അന്ന് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, അതായത് ആപ്ലിക്കേഷൻ മൊത്തത്തിൽ അയച്ചത് 50,398 പേരായിരുന്നു. അതിൽ എക്സാമിനേഷന് യോഗ്യത നേടി അല്ലെങ്കിൽ എക്സാമിനേഷൻ എഴുതിയത് 40,181 പേരായിരുന്നു. അന്ന് കട്ട് ഓഫ് ആയിട്ട് 47.33 മാർക്കും മാക്സിമം മാർക്കായിട്ട് 69.330 മാർക്കുമാണ് വന്നത്. ഇവിടുത്തെ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ 166 പേർക്ക് അഡ്വൈസ് പോവുകയും 208 പേർക്ക് മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുകയും ചെയ്തു. അപ്പോൾ അത്യാവശ്യം നിയമനം നടക്കുന്നതാണ്. ഇനി റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ സ്ലോട്ട് നോക്കാം. എക്സാമിനേഷൻ്റെ സ്ലോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ എക്സാമിനേഷൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ നവംബർ മാസത്തിലാണ്. അപ്പോൾ നമ്മുടെ പഠനം ഒരു സെപ്റ്റംബർ 1-ാം തീയതി എക്സാം നടക്കും എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇനിയും ഇതിൻ്റെ പ്രധാനപ്പെട്ട കോർ ഏരിയയിലേക്ക് വരാം. ഇനി ഇതിൻ്റെ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. സിലബസിന് ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം, ചിലപ്പോൾ മാറ്റം ഉണ്ടാകാതിരിക്കാം. പൊതുവെ ചെറിയ മാറ്റങ്ങളോടുകൂടി തന്നെ, അതായത് ഇതിൻ്റെ കണ്ടന്റുകളെ ഒന്ന് വെട്ടിച്ചെറുതാക്കി കൃത്യമായിട്ട് ഓർഡറിലൊക്കെ ആക്കാനാണ് സാധ്യത. അല്ലാതെ ഇതിനകത്ത് കോറായിട്ടുള്ള ഏരിയാസ് ഒന്നും പോവില്ല. വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 സ്ട്രീമിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ ആദ്യമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് പഠിക്കണം. സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ ഓഫ് സ്ട്രക്ചർ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ്. ഇത്രയും മേഖല നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടതുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാ കോർ ഏരിയാസും നമ്മൾ നോക്കി തന്നെ പോകേണ്ടി വരും. ഇതിലെന്തെങ്കിലും ചിലപ്പോൾ ഇനി ഇതിനകത്ത് മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ വീണ്ടും ഡീറ്റെയിലായിട്ട് എടുത്ത മൊഡ്യൂളുകളാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1-2 ടോപ്പിക്കുകൾ ചിലപ്പോൾ മാറിപ്പോകാം എന്നൊക്കെയുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന മാറ്റം. അതായത് ചിലപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ മൊഡ്യൂളുകൾ, ഇതൊരു വൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ വൈഡ് ഏരിയ ചിലപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് അകത്തുള്ള ടോപ്പിക്കുകളെ സ്പെസിഫൈഡ് ആയിട്ട് മാറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന മാറ്റം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ ഇതിനെ കോർ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ഇനിയും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഓരോ സബ്ജക്റ്റ് എസ്പെക്ട് വന്നിട്ട് നിങ്ങൾക്ക് ഓരോ മേഖലയിലും ഏതൊക്കെ മേഖലയ്ക്ക് എങ്ങനെയൊക്കെ ഫോക്കസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തത കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിലും എക്സ്പെർട്ട് ആയിട്ടുള്ളവർ തന്നെയായിരിക്കും അത് ചെയ്യുന്നത്. അടുത്തായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, മെറ്റീരിയൽ ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറീസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഇത് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു കോർ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ 5 ടോപ്പിക്കുകളാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ പാർട്ടിക്കൽ ടെക്നോളജി, സ്റ്റോഷിയോമെട്രി, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ, മാസ് ട്രാൻസ്ഫർ, പോളിമർ ടെക്നോളജി. ഇത്രയും മേഖലകളാണ് 4 മൊഡ്യൂളുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ വരുന്ന മാറ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ ഇതിനകത്തുള്ള ഡീറ്റെയിലുകൾ, അതായത് സബ്ജക്റ്റുകളെ കുറച്ചും കൂടി ഡെപ്തിലെടുത്ത് ആ കണ്ടന്റുകൾക്ക് മാർക്ക് ഉൾപ്പെടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സിലബസ് മാറുമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും സിലബസ് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്യുമായിരിക്കും. പലപ്പോഴും ഡിഡക്ഷനാണ് വരുന്നത്. ഡിഡക്ഷൻ വരുമ്പോൾ പക്ഷേ എണ്ണം കൂടും. പക്ഷേ അതിൻ്റെ എണ്ണം കൂടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകളെ എടുത്ത് സ്പെസിഫൈ ചെയ്ത് അതിൻ്റെ മാർക്ക് ഉൾപ്പെടെ തരുന്നൊരു സാഹചര്യമായിരിക്കും ചിലപ്പോൾ സിലബസിനുണ്ടാവുന്നത്. അങ്ങനെ ഒരു സിലബസിന് വേണ്ടി കാത്തു നിൽക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം കൺഫർമേഷൻ കൊടുക്കേണ്ട സമയത്തായിരിക്കും നമുക്ക് അതിനുള്ളൊരു ടൈം കിട്ടുന്നത്. ഈ കൺഫർമേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു 1.5 മാസമൊക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ സമയമുള്ളത്. 1.5 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സിലബസിൻ്റെ ഡെപ്തിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഇതിനകത്തുള്ള കോർ ഏരിയാസ് മുഴുവൻ നന്നായിട്ട് തീർത്ത് വെക്കുക. കോർ ഏരിയാസ് മുഴുവൻ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൻ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും. അതായത് നമുക്ക് ഒരു എക്സാമിനേഷന് ഒരു കട്ട് ഓഫ് സ്കോർ കടക്കുവാനുള്ളൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിനുശേഷം കിട്ടുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിനെ ഒന്ന് അനാലിസ് ചെയ്ത് മുൻവർഷ ചോദ്യപേപ്പറുകളും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള MCQസും ഇനി ആർഡറായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗം കൂടി അവിടെ തുറന്നു കിട്ടും. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനേഷനെ ഒരു സ്മാർട്ട് വർക്കിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു സ്മാർട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുക. അങ്ങനെ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാമിനേഷൻ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നതാണ്. അവസാന വർഷ കേരള വാട്ടർ അതോറിറ്റി AEയുടെ റിസൾട്ടിൽ 1ാം റാങ്ക് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ് നിങ്ങളീ കാണുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മെക്കാനിക്കൽ മേഖലയിലെ എക്സാമിനേഷനിൽ ഏണസ്റ്റ് അക്കാഡമിക്ക് നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1, 2, 3 ഉൾപ്പെടെയുള്ള റാങ്ക് ജേതാക്കളെ നമ്മൾ സൃഷ്ടിച്ചു. മാത്രവുമല്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 30% മുതൽ 50% ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന ഒരു നേട്ടമാണ്. ഇത്തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾക്കും വരുവാനുള്ള അവസരമാണ് ഏണസ്റ്റ് അക്കാഡമി നൽകുന്നത്. ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം തയ്യാറെടുത്ത് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനേഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ AEയുടെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.